ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഇറ്റലി ടു മാൾട്ട. അത് പ്രത്യേകതയുണ്ട്, ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഇറ്റലിയിലെ തന്നെ ഏറ്റവും സദേൺ റീജിയനിലുള്ള ഐലൻഡാണ് സിസിലി ഐലൻഡ്. സിസിലി ഐലൻഡിലുള്ള കത്താനിയിൽ നിന്ന് മാൾട്ടയിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതാണ് കത്താനിയ ഫോണ്ടനറോസ എയർപോർട്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ രാവിലെ 7:30 എൻ്റെ ഫ്ലൈറ്റ്. നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് എത്തി. ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൊളീഗായിട്ടുള്ള സ്റ്റെല്ലയും എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റെല്ല, ഇത് പെപ്പെ, രണ്ടുപേരും എൻ്റെ കൊളീഗ്സാണ്. ചെറിയ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. പെപ്പെ എനിക്ക് ആ കോഫിയുടെ പേരൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഓൾസോ എന്നാണ് അതിൻ്റെ പേര്. ഇത് കാർണിവലിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് കേട്ടോ. ഇറ്റലിയിൽ, എനിക്ക് യൂറോപ്പിൽ എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല, മാൾട്ടയിലുണ്ട്, ഇറ്റലിയിലുണ്ട്. എന്തായാലും നമ്മുടെ 50 നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ്, ഈസ്റ്ററിന് മുന്നേയുള്ള നോമ്പ് തുടങ്ങില്ലേ, അതിന് മുന്നേ ആയിട്ട് ഇവിടെ കാർണിവൽ എല്ലാം കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മളവിടെ കണ്ടത്. മാൾട്ട ചെല്ലുമ്പോൾ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. ബോർഡിങ്ങിൻ്റെയൊക്കെ ടൈമായി. ഓൺ ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ഡിലേ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ ലോക്കൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഒരു നോർമൽ ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മാൾട്ടയുടെ കുറച്ച് മാപ്പും പിന്നെ അവിടെ കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ നോക്കിയാണ് പോണത്. ഇത് നമ്മുടെ എത്ന, മൗണ്ട് എത്ന, യൂറോപ്പിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഈ കത്താനിയ ടു മാൾട്ട ആകെ ഒരു 45 മിനിറ്റ് ഫ്ലൈ ഉള്ളൂ. പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ മാൾട്ട എത്തി. 45 പോലും എടുത്തില്ല കേട്ടോ. ഒരു 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്തു. നിങ്ങളിത് ഇപ്പോൾ കാണുന്നില്ലേ, ഇതാണ് മാൾട്ട. നമുക്ക് കാണാൻ പറ്റും, അത് ചെറിയൊരു ദ്വീപാണ്. നല്ല ഭംഗിയാണ് കേട്ടോ മുകളിൽ നിന്ന് കാണുമ്പോൾ തന്നെ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. യൂറോപ്പിലുള്ള ഒരു ദ്വീപ് രാജ്യമാണ് മാൾട്ട. മാൾട്ടയിൽ 3 ഐലൻഡുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് മാൾട്ട, ഗോസോ ആൻഡ് കൊമീനോ. 3 ദ്വീപുകളാണ് മെയിനായിട്ടുള്ളത്, ജനവാസമുള്ളത് കേട്ടോ. ഇതിൻ്റെ ക്യാപിറ്റലാണ് വലേത്ത. മാൾട്ടീസും ഇംഗ്ലീഷുമാണ് മാൾട്ടയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ്. സാധാരണ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ സ്വന്തം ഭാഷകൾ മാത്രമാണ് ഉണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമ്മനിക്ക് ജർമ്മനും ഇറ്റലിക്ക് ഇറ്റാലിയൻ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ മാൾട്ടയിൽ മാത്രം നമുക്ക് ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യാനാണെങ്കിലും ടൂറിസ്റ്റായിട്ട് പോവുകയാണെങ്കിലും നമുക്കധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. മാൾട്ടയിലേക്ക് ഒരുപാട് രാജ്യക്കാർ വന്ന് കുടികയറി പാർക്കുന്നുണ്ട്. ഇറ്റലിയിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ മാൾട്ടയിൽ വന്ന് താമസിക്കുന്നുണ്ട്, ജോലി ആവശ്യത്തിനും പഠിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മാൾട്ട എത്തി. മാൾട്ടയുടെ എയർപോർട്ടിന് പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് മാൾട്ടയുടെ ക്യാപിറ്റലായിട്ടുള്ള വലയത്തയിലേക്കാണ്. ഈ എയർപോർട്ട് ഡയറക്റ്റ് ബസ് എടുത്തിട്ടാണ് വലയത്തേക്ക് പോകുന്നത് കേട്ടോ. ബസ്സിലെങ്ങും ആരുമില്ല, ആകെ ഞങ്ങൾ രണ്ടുപേരും വേറൊരു അപ്പച്ചനും മാത്രമേ ഉള്ളൂ. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു 45 മിനിറ്റ് ആകെ എടുത്തിട്ടുള്ളൂ നമ്മൾ എയർപോർട്ടിൽ പുറത്ത് വരെ എത്താൻ വേണ്ടിയിട്ട്. എയർപോർട്ടിൽ നിന്ന് വലയത്തിലേക്ക് ബൈ ബസ് ഒരു 25 to 30 മിനിറ്റാണ് നമുക്ക് യാത്രയുള്ളത്. ഈ പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ഓരോ ഡോറിനും പല കളർ കൊടുത്തേക്കണുണ്ടോ. വലയത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണത്. അവിടെ ബാൽക്കണികൾക്കും ഇതുപോലെ ഡോറുകൾക്കും ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കളേഴ്സ് അവർ കൊടുക്കും. നല്ല രസമാണ് കാണാൻ. അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സിറ്റിയുടെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ, അതായത് ഇങ്ങനെ കുറേ നാരോ വേസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ വിൻഡോസും അതുപോലെ തന്നെ ബാൽക്കണി ഫുള്ളായിട്ട് അവർ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ്, മെയിനായിട്ട് ഗ്രീൻ, റെഡ്, ബ്ലൂ, അങ്ങനെ ഓരോ കളേഴ്സ്, പ്രൈമറി കളേഴ്സ് മാത്രം ചൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതെങ്ങനെയാണോ എന്തോ ഓരോ വീട്ടുകാർ ഓർഗനൈസ് ചെയ്തേക്കണമെന്ന് ഒരു ഐഡിയ കിട്ടണില്ല. അങ്ങനെ നമ്മൾ വലയത്തയിൽ എത്തിയിട്ടുണ്ട്. ഇറ്റലിയിലെ പോലെ തന്നെ മാൾട്ടയിലും ഇപ്പോൾ കാർണിവലിൻ്റെ ടൈമാണ്. നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അവർ ഓരോ വണ്ടികളിൽ ഓരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇതിപ്പോൾ വലയത്ത വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ബാക്കി വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി മറക്കല്ലേ. താങ്ക്